ഹലോ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണോ? സോ നമ്മൾക്ക് ഇവിടെ ലോങ് വീക്കെൻഡ് ആണ്. അതുകൊണ്ട് നമ്മൾ 2 days ഇവിടുന്ന് മോൺട്രിയിൽ പോവാം. മോൺട്രിയിൽ എന്ന് പറയുന്നത് ക്യൂബക് എന്ന് പറയുന്ന പ്രൊവിൻസിലാണ്. നമ്മൾ താമസിക്കുന്നത് ഒണ്ടേരിയോ, പക്ഷെ അത് ക്യൂബക്. ഇവിടുന്ന് ഒരു 7 hours ജേർണി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഡയറക്റ്റ് മോൺട്രിയലല്ല ഇപ്പോൾ പോകുന്നത്. ഇവിടുന്ന് നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ പോയി സ്റ്റേ ആണെന്ന്, എന്നിട്ട് പിറ്റേ ദിവസം അവിടെ നിന്ന് നമ്മൾ രാവിലെ പോകും. നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യണത് ഫ്രൈഡേ ഈവനിങ് ആഫ്റ്റർ ജോബ് ആണ്. നമ്മൾ ടോട്ടൽ 6 പേര് ചേർന്നിട്ടാണ് ഈ ട്രിപ്പ് പോണത്. അതായത് 3 കപ്പിൾ. ഇപ്പൊ തന്നെ സമയം അറൌണ്ട് ഒരു 7:30 ആയിട്ടുണ്ട്. ഇത് ഗ്രാസി, ഇത് ബിൻസി, പിന്നെ വേറെ 2 പേരും കൂടെ ഉണ്ട്. അവര് നമ്മളെ പിന്നെ ജോയിൻ ചെയ്യും. നമ്മളിനി മോൺട്രിയിൽ വെച്ച് കാണാം. അല്ല, മോൺട്രിയിൽ വെച്ചല്ല, അതിന്റെ ഇടയ്ക്ക് നമ്മൾ കാണും. നമ്മുടെ വീട്ടിൽ നിന്ന് ഈ മോൺട്രിയൽ വരെ എത്താൻ 517 kilometers ആണുള്ളത്. നമ്മൾ ബ്രേക്ക് എടുക്കാണ്ട് ഒറ്റ സ്ട്രെച്ച് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അറൌണ്ട് ഒരു 5 hours നമ്മൾ അവിടെ എത്തും. പക്ഷേ ഞാൻ എന്റെ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും ഫ്രൈഡേ ആഫ്റ്റർ ജോലി കഴിഞ്ഞാണ് വരണത്. അപ്പൊ അത്രയും സ്ട്രെസ് എടുത്ത് ഡ്രൈവ് ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓൺ ദ റൂട്ട് പോണ വഴി നമ്മൾ പിക്ടൺ അഥവാ പ്രിൻസ് എഡ്വേർഡ് കൗണ്ടിയിൽ നമ്മളൊരു സ്റ്റേ എടുക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഒരു ചേട്ടന്റെ വീടുണ്ട്. സോ ജസ്റ്റ് ഒരു ഗുഡ് നൈറ്റ് സ്റ്റേക്ക് വേണ്ടി അവിടെ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു ടോട്ടൽ ട്രിപ്പിൽ നിന്ന് ഒരു 1/4 ഭാഗം കുറഞ്ഞു കിട്ടും. സോ നമ്മൾ അവിടെ ചെന്നിട്ട് ഇനി വെറുതെ അവരെ ഡിന്നറിന്റെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് ജസ്റ്റ് അവിടെ കിടക്കാനായിട്ട് മാത്രം പോവാം എന്നാണ് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചത്. സോ നമ്മളിതാ ഈ ഒരു ഓൺ റൂട്ടിലാണ് കയറിയിട്ടുള്ളത്. നമ്മൾ ഈ ഹൈവേയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ആകെ ഫുഡ്, വാഷ്റൂംസിനൊക്കെ നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് ഈ ഒരു ഓൺ റൂട്ട് സെറ്റപ്പ് ആണ് കേട്ടോ. ഒരു ഓൺ റൂട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഒരു ഓൺ റൂട്ട് വരുന്നത് എത്രയോ കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും. സോ നമ്മൾ എവിടെ ട്രിപ്പ് പോകുമ്പോഴും നമ്മളിങ്ങനെ ഓൺ റൂട്ടും കാര്യങ്ങളൊക്കെ നോക്കി വെക്കും. ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഓൺ റൂട്ടിൽ. ഇവിടെ നമുക്ക് ഒരുപാട് കടകളിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ കിയോസ്ക് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് നമ്മൾ ഓരോ കടയുടെ മുന്നിൽ ചെന്ന് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ കിയോസ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓർഡർ ആകുമ്പോഴത്തേനും അവർ നമ്മൾ വിളിക്കും. ജസ്റ്റ് പോയിട്ട് ഫുഡ് കളക്ട് ചെയ്താൽ മതി. നമ്മൾ ഡെസേർട്ട് ആയിട്ട് ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ട്രൈ ചെയ്യാൻ പറയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയാം, മൊത്തം ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുക, എന്നാലേ ആ ഒരു കേക്കിന്റെ ഗും കിട്ടുള്ളൂ എന്ന്. ഇവിടുത്തെ കനേഡിയൻസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവരിങ്ങനെ ഡോർ ഓപ്പൺ ചെയ്ത് നിന്നോണ്ടിരിക്കും. അത് ഈവൻ ഒരു പക്ഷെ നമ്മൾ പാർക്കിങ്ങിലോട്ട് നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവിടെ നമ്മൾ നടന്നു വരുന്നതേ ഉണ്ടാവുള്ളൂ. ബട്ട് സ്റ്റിൽ അവർ നമുക്ക് വേണ്ടി ഇങ്ങനെ ഡോർ ഹോൾഡ് ചെയ്ത് പിടിച്ചോണ്ടിരിക്കും. അപ്പൊ അതിപ്പം നമുക്കൊരു ശീലായി. അപ്പൊ ഡിന്നറും കഴിഞ്ഞ് വി ഹിറ്റ് ദ റോഡ് അഗെയിൻ. ഈ പിക്ചർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം വന്നിട്ട് ഒരു പ്രോപ്പർ കനേഡിയൻ ഒരു കൺട്രി സൈഡാണ് കേട്ടോ. ഇവിടുത്തെ ഉള്ള ആൾക്കാർ കൂടുതലും എൽഡർലി കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ നമ്മൾ ചെന്ന സമയം ഫെറി ക്രോസിംഗ് ആയിരുന്നു. അപ്പൊ ഇവിടുത്തെ കുറെ ആൾക്കാർ ഇപ്പോഴും ഈ ഫെറി സർവീസും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഫെറി ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് ഫ്രീയും ആണ്. അപ്പൊ ഈ ക്യൂ നിൽക്കുന്ന ആൾക്കാരെല്ലാം ആ ബോട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ഫെറി, നമ്മുടെ നാട്ടിലെ ജങ്കാർ സെറ്റപ്പ്, അതിൽ കയറാൻ വേണ്ടി നിൽക്കുക. നമ്മളിപ്പോ രാശന്റെ വീടെത്തി. ഇവിടെ ഇപ്പൊ സമയം വന്നിട്ട് രാത്രി 10:30. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കിടന്നുറങ്ങും. എന്നിട്ട് നാളെ രാവിലെ ഒരു 5 മണിയാകുമ്പോൾ എണീക്കണം. ഒരു 6-6:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അകത്ത് ചെന്നിട്ട് ബാക്കി ഞാൻ വിശേഷങ്ങൾ കാണിച്ചു തരാം. കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ തോന്നുന്നില്ല, ബിക്കോസ് ഇപ്പം തന്നെ 10:30 ആയല്ലോ, ഉറങ്ങാൻ ടൈം ആയല്ലോ. കൊച്ചിനെ ഒക്കുപ്പൈഡ് ആയിട്ട് ഇരുത്താൻ വേണ്ടി അവിടെ ബേബി ഷാർക്കും കുറച്ച് കാർട്ടൂൺസ് ഒക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതേ നോക്കി, ഞങ്ങള് വലിയവരാണ് സത്യം പറഞ്ഞ ഈ ഒരു കാർട്ടൂണും വീഡിയോ ഒക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതെന്ന് വേണേൽ പറയാം. അധികം വൈകാണ്ട് തന്നെ ഞാൻ പാസ് ഔട്ട് ആയി. പിന്നെ കണ്ണു തുറന്നത് അലാറം അടിച്ച് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അഖിലാണ് ഫസ്റ്റ് എണീറ്റ് ഞങ്ങൾക്കൊക്കെ കാപ്പി ഇട്ട് വെച്ചത്. അപ്പൊ നേരം പരപരാന്ന് വെളുക്കുന്നതേ ഉള്ളൂ. വി ആർ ഗെറ്റിംഗ് റെഡി. യെസ്
ഞാൻ പറഞ്ഞില്ലേ സമയം വെളുത്ത് വരുന്നതേ ഉള്ളൂ. സോ നമ്മൾ ഒച്ചയൊന്നും ഉണ്ടാക്കാണ്ട് മെല്ലെ പോവാ. ഹായ് ഗൈസ്, സോ ഇപ്പം സമയം വന്നിട്ട് കാണുമോ 6:45. ഞങ്ങൾ 6 മണിയാകുമ്പോൾ ആക്ച്വലി ഇറങ്ങണം എന്ന് വിചാരിച്ചതാ. പക്ഷേ ഇച്ചിരി ലേറ്റ് ആയി. പക്ഷേ പൊതുവെ നമ്മൾ പറയുന്ന സമയവും ഇറങ്ങുന്ന സമയം വെച്ച് നോക്കിയാൽ ഇത് ഞങ്ങൾ അത്യാവശ്യം ഓൺ ടൈം അല്ലേ, നമ്മൾ ടൈം കീപ്പ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ 6 മണി എന്ന് പറഞ്ഞാൽ ഒരു 7 മണി 8 മണിയാവും നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും റെഡിയായി ഇറങ്ങാൻ. പക്ഷെ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് കിങ്സ്റ്റണിൽ നമ്മളൊന്ന് സ്റ്റോപ്പ് അടിക്കും, ബിക്കോസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് വണ്ടി ഒന്ന് ചാർജ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോകണം എന്നാണ് പ്ലാൻ. ഇവിടുന്ന് അറൗണ്ട് ഒരു 4 hours ജേർണി ഉണ്ട്. ഇപ്പൊ കിങ്സ്റ്റണിൽ ഇട്ടേക്കണേ. സോ 44 minutes കാണിക്കുന്നത്. ബട്ട് ഈ മോൺട്രിയൽ റിട്ടേൺ ടു മോൺട്രിയൽ അറൗണ്ട് ഒരു 4 hours ജേർണി ഉണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് എല്ലാം പിറകെ കെട്ടിയെടുത്തു. പക്ഷേ ഞാൻ ചെരുപ്പല്ല, ഷൂ. ചെരുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടുണ്ടോ? പക്ഷെ ഷൂ മറന്നുപോയി. അപ്പൊ ഞാൻ സൈഡിൽ ഊരിയിട്ടിരിക്കുന്ന ആ ചെരുപ്പായിരുന്നു കേട്ടോ ഞാൻ ഈ ഡ്രസ്സിന്റെ കൂടെ ഇട്ടിരുന്നത്. അത് ഇവർക്കാർക്കും എസ്തെറ്റിക്കലി അത്ര പ്ലീസിംഗ് ആയിട്ട് തോന്നാഞ്ഞത് കൊണ്ട് ബിൻസി അവളുടെ ഷൂ ഊരി എനിക്ക് തന്നു. അപ്പൊ അവളൊരു ഡ്രസ്സ് ഇട്ടിരുന്നത് കൊണ്ട് അവൾ പറഞ്ഞു അവൾക്ക് ഇപ്പൊ അവളുടെ കാലിൽ കിടക്കുന്ന ആ ഒരു ചെരുപ്പ് അവൾക്ക് ഓക്കെ ആണ് എന്ന്. സോ ഞങ്ങൾ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തു. വിശേഷം പറഞ്ഞ് ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നുപോയി. അപ്പൊ സീറ്റ് ബെൽറ്റ് ഇടട്ടെ, ബിക്കോസ് ഇവിടെ വന്നിട്ട് സീറ്റ് ബെൽറ്റ് മാൻഡേറ്ററിയാ. നമ്മൾ എത്ര പേര് കാറിൽ ട്രാവൽ ചെയ്യുന്നുണ്ടോ അത്രയും പേരും സീറ്റ് ബെൽറ്റ് ഇടണം. എനിക്ക് തോന്നുന്നു 16+ ആണെങ്കിൽ ഫൈൻ വന്നിട്ട് നമുക്ക് കിട്ടും. ഇനി 16 അണ്ടർ ആണെങ്കിൽ ഡ്രൈവറിനായിരിക്കും ഫൈൻ കിട്ടുക. ഫൈൻ എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസ ഒന്നും അല്ല കേട്ടോ, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. എത്രയാണെന്നറിയോ ഫൈന്? പക്ഷെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. എബൌട്ട് 300 എന്തായാലും വരും. ഇവിടെ കാനഡയിൽ നമ്മുടെ ഹൈവേസിൽ ട്രക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ there are strict measurement rules. അതിന്റെ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, ആ ട്രക്ക് ക്യാരി ചെയ്യുന്ന വെയിറ്റ്, എവറിത്തിങ് മാറ്റേഴ്സ്. സോ ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ഈ കൊമേഴ്ഷ്യൽ ട്രക്ക് ഇൻസ്പെക്ഷൻ നടക്കുന്നത്. അഥവാ നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റ് ആണ് കാനഡയിൽ ഇപ്പൊ നിങ്ങൾ കണ്ടത്. നമ്മൾ ഇടയ്ക്ക് ഈ ഹൈവേ എക്സിറ്റ് എടുത്ത് ഈ ചില കൺട്രി സൈഡ് റോഡൊക്കെ കയറുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഭംഗിയാ ആ ഒരു ചെറിയ ടൗൺ കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള കൺട്രി സൈഡ് ഫാം ഹൗസും വൈൻയാർഡ്സും ഒക്കെ. നമ്മൾ വന്നത് 2 കാറിലായിട്ടാണ്. ഒരു കാർ വന്നിട്ട് ടെസ്ലയാണ്. ബാക്കിയുള്ള വണ്ടിക്കൊക്കെ പെട്രോൾ അടിക്കുന്ന പോലെ തന്നെ ടെസ്ലയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചാർജ് ചെയ്യണം. സോ നമ്മളിപ്പോൾ ടെസ്ലയുടെ ഒരു ചാർജിങ് സ്റ്റേഷൻ നോക്കിയിട്ട് അവിടെ വന്ന് വണ്ടി ചാർജ് ചെയ്യാനായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കുക. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇതൊരു മെനക്കെട്ട പരിപാടി ആയിരുന്നല്ലോ എന്നായിരുന്നു കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത് റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു 1/2 hour 20 minutes ഒക്കെ ചാർജ് ചെയ്ത് അത്യാവശ്യം നല്ല കിലോമീറ്റേഴ്സ് ഓടും എന്നുള്ളത്. നല്ല തണുപ്പുണ്ട് അല്ലേ? ഞങ്ങളെല്ലാരും സമ്മർ റെഡി ആയിട്ട് കുട്ടി ഉടുപ്പൊക്കെ ഇട്ടിട്ടാ വന്നിട്ടുള്ളത്. പണി പാളിന്നാ തോന്നുന്നേ. വണ്ടി ചാർജ് ചെയ്യാൻ ഒരു 20 to 30 minutes എടുക്കും. സോ ആ ഒരു ടൈമിൽ നമ്മൾ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒരു ട്രിപ്പ് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ടെസ്ലയിൽ ട്രാവൽ ചെയ്യണത് ഒരു പോസ്റ്റേ അല്ല എന്നുള്ളത് കാര്യം. ബിക്കോസ് നമ്മൾ വണ്ടി ചാർജ് ചെയ്യണ ടൈമിൽ നമ്മളൊരു വാഷ്റൂം ബ്രേക്ക് എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡും കഴിച്ച് തിരിച്ചു വരുമ്പോഴത്തേനും നമ്മുടെ വണ്ടി ചാർജ് ആയി കിട്ടും. പിന്നെ എല്ലാ ചാർജിങ് സ്റ്റേഷൻ അടുത്തും ഇങ്ങനത്തെ ഒരു റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഒരു കഫേ സെറ്റപ്പ് ഒക്കെ എല്ലായിടത്തും ഉണ്ട്. അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതും കനേഡിയൻസിന്റെ സ്വന്തം ചായക്കടയായ ടിം ഹോട്ടൽസിലാണ് കേട്ടോ. ഇവിടെ പാവപ്പെട്ടവൻ എന്നില്ല, പണക്കാരൻ എന്നില്ല, ആര് വന്നാലും എല്ലാവർക്കും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം, കാപ്പിയും കുടിക്കാം. സ്ക്രാമ്പിൾഡ് ബേക്കൺ ലോഡഡ് ബോക്സ്. ഫുഡ് കിട്ടിയിട്ടില്ല, ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. ആശാനോ? വെയിറ്റിംഗ്. ഓക്കെ. ഉറങ്ങിയിട്ടൊക്കെ നമ്മുടെ മോൺട്രിയൽ ഫസ്റ്റ് പോകുന്ന സ്ഥലം ബയോഡോം കഴിഞ്ഞതിന് ശേഷം പ്ലാനറ്റോറിയം, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇവിടെ എന്താ പ്രശ്നം? അല്ലെങ്കിൽ ഒരു കോഴിക്ക് മുട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? ഉണ്ടാക്കാനൊന്നും പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം. ടെസ്ല അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇത്രയും ഞാൻ ചാർജ് ആയി, എനിക്കിനി ഇത്രയും കിലോമീറ്റേഴ്സ് ഓടാൻ പറ്റും എന്നൊക്കെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ചായക്കടയോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു വീണ്ടും നാളെ കാണാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ തന്നെ നമ്മുടെ ടെസ്ലയൊക്കെ ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
നമ്മളിതാ ആ കാറിൽ നിന്ന് ഇറങ്ങി ഈ കാറിലേക്ക് കയറി. ഇനി കുറച്ചു നേരം ഇവർക്ക് കമ്പനി കൊടുക്കാന്ന് വെച്ചു. അങ്ങനെയും പറയാം. പക്ഷെ സ്നേഹം, ഞങ്ങളുടെ സ്നേഹം, ഞങ്ങള് നിങ്ങൾക്ക് പോസ്റ്റ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടല്ലേ ആ വണ്ടിയിൽ നിന്ന് മാറി ഈ വണ്ടി കയറിയത്. അപ്പൊ ഇവിടെ 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 നിർത്തിക്ക്, ഈ ഗ്യാസ് സ്റ്റേഷനിൽ കയറ്റിക്കോ, ഞങ്ങൾ ഇറങ്ങുക. അല്ല നമ്മൾ കുറച്ചധികം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും നമ്മൾ അടുത്ത് കണ്ട ഓൺ റൂട്ട് കയറി. അപ്പൊ ദാ അവിടുന്ന് ലോട്ടറി എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്ന അഖിൽ CS, ഓൾസോ ദാ കണ്ണാടി വെച്ച് ഷോ കാണിക്കുന്ന ആശാനെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എനിക്ക് അറിഞ്ഞൂടെ ഇനി മോൺട്രിയിൽ പോണ വഴി എങ്ങനെ ലോട്ടറി അടിച്ച് കോടീശ്വരനായാലോ എന്നുള്ള ശുഭപ്രതീക്ഷയിലാണോ ഈ മനുഷ്യൻ ലോട്ടറി എടുത്തതെന്ന്. എന്തായാലും ഒന്നും കിട്ടിയില്ല, അത് വേറെ കാര്യം. പിന്നെ ദേ അവിടുത്തെ ഓൺ റൂട്ടിലെ ഗ്യാസ് സ്റ്റേഷനിൽ വന്നിട്ട് ഈ ഓൺ ദ ഗോ ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന സാൻഡ്വിച്ചസ്, അതുപോലെ ചെറിയ ബർഗേഴ്സ്, പിന്നെ ചിപ്സ്, സ്വീറ്റ്സ്, വാട്ടർ ബോട്ടിൽ, ഓൾസോ നമുക്കിനി ആൽക്കഹോളൊക്കെ വേണം എന്നുള്ളവർക്ക് ഈ എന്താ പറയാ കള്ള് ഷാപ്പിൽ ഇവിടുത്തെ LCBയിലൊന്നും പോയി ഇങ്ങനെ കുത്തി നിൽക്കേണ്ട, ഗ്യാസ് സ്റ്റേഷനിൽ കയറിയാൽ സാധനം കിട്ടും. ഇപ്പം നമുക്കൊരു 10 മില്യൺ അടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആ പൈസയും കൊണ്ട് എന്ത് ചെയ്യും? നോട്ട് എ വിന്നർ. ഓക്കെ, കൂൾ. നമ്മളപ്പോ അവിടുന്ന് ഒരു 2 വാട്ടർ ബോട്ടിലും അതേപോലെ കുറച്ച് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ബില്ലടിച്ച് നമ്മൾ വീണ്ടും തിരിച്ച് കാറി കയറി. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഷൂ ഒക്കെ പോയിട്ട് ഇനി നമ്മൾ എവിടെ സ്റ്റോപ്പ് ഇല്ല കേട്ടോ. ഇനി നമ്മൾ ഡയറക്റ്റ് മോൺട്രിയൽ. പഠിച്ചാലോ എന്നിട്ട് പോയിട്ട് ജാക്കറ്റ് വാങ്ങിയാലോ? മഴ പെയ്യുന്നുണ്ട്, അപ്പൊ മേ ബി നമുക്ക് ഒരു സ്റ്റോപ്പ് ചിലപ്പോ അനിവാര്യമായിരിക്കും. ഡെക്കാത്തലനിൽ കയറാനുള്ള ഓരോരോ നമ്പർ ഞങ്ങൾക്ക് വേണ്ടിയില്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണ്ടിട്ടാ, വീഡിയോ എടുക്കാൻ വേണ്ടിട്ടും. സ്നേഹമാണോ എന്നോട്? സ്നേഹം കോരി എടുക്കട്ടെ. അതല്ല, മോസ്റ്റ്ലി ഞാൻ ഇറങ്ങുമ്പോഴേ പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മള് പുച്ഛിച്ചു. എന്നിട്ടിപ്പോ മഴയാന്ന് പറഞ്ഞപ്പോ ഐസ്ക്രീം ഉണ്ട്. എവിടുന്ന് വീണ്? ശരിയുണ്ടോ? ആ കപ്പേന്റെ ഇവിടുന്ന് വീണ്. വെള്ളത്തിലാകുമോ എന്ന് നല്ല സംശയമുണ്ട്. നമുക്ക് വെതർ ഒന്ന് ചെക്ക് ചെയ്യാം. കേട്ടോ, മോൺട്രിയലിൽ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ കാണിക്കുന്നത് 17 ഡിഗ്രി. പക്ഷേ അതല്ല നമ്മൾ നോക്കേണ്ടത്. ഫീൽസ് ലൈക്ക് 17 ഡിഗ്രി ആണെങ്കിലും ഫീൽസ് ലൈക്ക് എത്രയാണ്? അപ്പൊ അതായിരിക്കും നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്ന ടെമ്പറേച്ചർ. അപ്പൊ ഇതിൽ കാണിക്കുന്നത് 15 ഡിഗ്രിയാണ്. അപ്പം ആക്ച്വൽ ടെമ്പറേച്ചർ 17 ആണെങ്കിലും നമുക്ക് ഫീൽസ് ലൈക്ക് 15 ഡിഗ്രി. 15 ഡിഗ്രി ആക്ച്വലി തണുപ്പാണ് കേട്ടോ. പിന്നെ വന്നിട്ട് നോക്കുമ്പം ഇത് കണ്ടോ, മഴയാണ് കാണിക്കുന്നത്. അപ് ടു 12 PM വരെ മഴയാണ് കാണിക്കുന്നത്. പിന്നെ 1 PM to 3 PM വരെ മഴയില്ല, ബട്ട് ക്ലൗഡി ആണ്. പക്ഷേ ടെമ്പറേച്ചർ ഒരു ഇച്ചിരി ബെറ്റർ ആവുന്നുണ്ട്, ഒരു 20 to 23 ആവുന്നുണ്ട്. പിന്നെ ഒരു 4 തൊട്ട് സണ്ണി കാണിക്കുന്നുണ്ട്. 4 to സൺസെറ്റ്. 8:50ക്കാണ് മോൺട്രിയലിൽ ഇന്നത്തെ സൺസെറ്റ്. അപ്പോഴത്തേനും ടെമ്പറേച്ചർ ഒരു 25-26 ഒക്കെ വരുന്നുണ്ട്. സോ ഫിംഗേഴ്സ് ക്രോസ്ഡ്, ലെറ്റ്സ് സീ. ആക്ച്വലി ഇത് കൊള്ളാം. ഈ സാധനം ഈ ഫ്ലേവർ വന്നിട്ട് കാരമൽ അല്ലേ? കാരമൽ കൊള്ളാം. എനിക്ക് ആ പീനട്ടിന്റെ അധികം ഇഷ്ടപ്പെട്ടില്ല. പീനട്ടായിരുന്നു അത്. എല്ലാത്തിന്റെ മേലെ പീനട്ടായിരുന്നു, പക്ഷെ ഉള്ളില് അത് കാരമല്, ഇവിടെ ചോക്ലേറ്റ്. എനിക്ക് അത് വെച്ചാൽ അധികം ഇഷ്ടമില്ല. ഇത് കൊള്ളാം. കിക്കാറ്റായിരുന്നു ഏറ്റവും സൂപ്പർ. ഒന്നും പറയാനില്ല, മഴ അങ്ങോട്ട് ആർത്തുല്ലസിച്ച് പെയ്യാണ്. അപ്പൊ നമ്മളിതാ മോൺട്രിയൽ ഇനി എത്താനായിട്ട് ആകെ 27 മിനിറ്റ്സ് ഓർ നമുക്ക് 37 കിലോമീറ്റേഴ്സ് ലെഫ്റ്റ്. അപ്പൊ നിങ്ങൾ വീഡിയോയിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കാണാം, സൈൻ ബോർഡ്സും കാര്യങ്ങളും ഒക്കെ ഫ്രഞ്ചിലാണേ. നമ്മൾ അങ്ങനെ ക്യൂബക് പ്രൊവിൻസ് കയറി, ഒണ്ടേരിയോ പ്രൊവിൻസ് വിട്ടു.
കാനഡയിൽ ഏറ്റവും കൂടുതൽ ഫ്രഞ്ച് സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രൊവിൻസ്. ഒഫീഷ്യൽ ലാംഗ്വേജ് തന്നെ ഫ്രഞ്ച് ആണ്. പിന്നെ ഇവിടുത്തെ ബോർഡുകൾ ഫ്രഞ്ച് ആണ്. ഇവിടുത്തെ ഗവൺമെന്റ് ഓഫീഷ്യൽസ്, ബാങ്ക്, എല്ലാം എവറിത്തിങ് ഇൻ ഫ്രഞ്ച്. ഒരു സാധനം പോലും നമുക്ക് ഇംഗ്ലീഷിൽ കാണാൻ പറ്റത്തില്ല. ഈവൻ സൈൻ ബോർഡ്സ് പോലും ഇംഗ്ലീഷിൽ ഇല്ല എന്നുള്ളതാണ് എന്നെ നന്നായിട്ട് അത്ഭുതപ്പെടുത്തിയത്. പ്രോപ്പർ ക്യൂബക്ക് വരെ നമ്മൾ പോകുന്നില്ല. നമ്മൾ ക്യൂബക്കിലെ മോൺട്രിയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് പോകുന്നത്. ബിക്കോസ് ക്യൂബക്ക് വരെ പോകാൻ നമ്മുടെ വീട്ടിൽ നിന്ന് അറൗണ്ട് ഒരു 10 hours ജേർണി ഉണ്ട് അല്ലേ? സോ ഒരു 10 hours ഉണ്ട്. അപ്പം നമ്മൾ ആകെ 2 days അവധിക്കല്ലേ വന്നത്. സോ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്രയും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ബോർഡെല്ലാം ഫ്രഞ്ചിലായതുകൊണ്ടേ നമുക്കൊരു തേങ്ങ മനസ്സിലാവുന്നില്ല. സോ നമ്മളിവിടെ മാപ്പ് നോക്കി എങ്ങനെയൊക്കെയോ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇപ്പൊ പോവാമെന്നായിരുന്നു. ചുമലയിൽ പോട്ടെ. ഇവിടെ ഇങ്ങനെ ഫുൾ ബ്ലാക്ക് ആവും. സ്ഥലം കത്തുമ്പോ മൊത്തം കമ്മിയോ. ഓക്കെ ഫ്രണ്ടിലെ ലോറി ഉണ്ട്. അയാളുടെ ഡോർ ഓർക്കണ്ട. സൈഡിൽ കൂടെ പോകും. തന്നെ മണിക്കൂർ പച്ചല്ലേ? പക്ഷെ നമ്മൾ പച്ചര തിരിഞ്ഞത് അത് ചേട്ടയ്ക്ക് ആ ഒരു ആത്മാർത്ഥത നിങ്ങൾ കാണാതെ പോരുത്. ഇതിപ്പോ ഏതാ ഭാഷ? വീണ്ടും കൊറിയനാ? കൊറിയനാ. സോറി, ഞാൻ എടുത്ത അർത്ഥം തെറ്റായിരുന്നു. കേക്കും കോഫിയും കേക്കും കോഫി കണ്ട. ഇങ്ങനത്തെ എന്തെങ്കിലും ഞാൻ പഠിക്കാം. ഫുഡിന്റെ കാര്യം പഠിക്കാൻ നോക്കിയത് ഫ്രഞ്ച്, പക്ഷെ നടക്കില്ല. പക്ഷെ ഞാൻ കരുതി ഡ്രാഗണെ കൊണ്ട് നാളെ പോയിട്ട് ഫ്രഞ്ച് എന്തെങ്കിലും പറഞ്ഞ എല്ലാം ഓർഡർ ആയിരിക്കും. കാണുന്നതില്ലല്ലോ. അവൻ മേലെ പോട്ടെ. നമ്മുടെ പ്ലാൻ ഓഫ് ഒപ്രാൻഡിയിൽ ഈ ഒരു അഡീഷണൽ സ്റ്റോപ്പേ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ടെസ്ല ചാർജ് ചെയ്യേണ്ടത് കൊണ്ടും നമ്മുടെ പുറത്തെ ക്ലൈമറ്റ് മഴ ആയതുകൊണ്ടും ഞങ്ങളിതാ ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റോപ്പ് എടുത്തു. പിന്നെ ആ ഒരു ഷോപ്പിംഗ് മാളിൽ കണ്ടതിൽ വില കുറഞ്ഞ ഒരു കടയായിട്ട് തോന്നിയത് ഇതായതുകൊണ്ട് ജസ്റ്റ് അവിടേക്ക് കയറി ജസ്റ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നല്ല മഴയാണ്. സോ ഞങ്ങളിവിടെ ജസ്റ്റ് ഇവിടെ ഉള്ളൊരു ഷോപ്പിംഗ് മാളിൽ കയറിയിട്ട് ജസ്റ്റ് ഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കുക. ലൈക്ക് വല്ല ഹുഡിയോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാനായിട്ട്. കാരണം തണുപ്പാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നടപ്പൊക്കെ ഉണ്ടല്ലോ. സോ നല്ല പാടായിരിക്കും. ഇത് ആക്ച്വലി കാണിച്ചാൽ നമുക്ക് നടക്കാം. ഭംഗിയുണ്ട്. ഒരിക്കലും കമ്മിയില്ല. അതങ്ങനെയോ? അത്രേ ഉള്ളൂ. ആക്ച്വലി അത് കൊള്ളാം. അത്രേ ഉള്ളതേ ഉള്ളൂ. ഞാനിതെടുത്തു ബിക്കോസ് തണുത്താലോ എന്നുള്ളൊരു ഭയം, ഉള്ളിലൊരു ഭയം ഉള്ളീന്ന് വന്നു. ഉള്ളീന്ന് ബില്ലടിക്കാൻ വരാം. മൊത്തം ചെലവാണല്ലോ. വണ്ടി ഇപ്പൊ ചാർജ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് നേരെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ പോണത് ഇടയ്ക്കൊന്ന് വീട് നൈസായിട്ട് കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഇനി നമുക്ക് ഇവിടെ സ്റ്റോപ്പില്ല കേട്ടോ, ഡയറക്റ്റ് പോവാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് വന്നിട്ട് ബയോഡോം പോയി ബയോഡോം എക്സ്പ്ലോർ ചെയ്തിട്ട് മഴ കുറയുമ്പോൾ നമ്മൾ പ്ലാനറ്റോറിയം പോകും. ഒണ്ടേരിയോ പ്രൊവിൻസിൽ നിന്ന് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ റോഡിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്തോരം ടണൽസ് ആണെന്നറിയാം. അതുപോലെ എത്രയോ ബ്യൂട്ടിഫുള്ളി ആയിട്ടാണ് അവർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നതും നല്ല വെൽ മെയിൻറ്റൈൻഡും ആണ് എല്ലാ ടണൽസും. ക്യൂബക് ആണ് കേട്ടോ നമ്മുടെ കാനഡയിലെ ഏറ്റവും ലാർജസ്റ്റ് പ്രൊവിൻസ് ബൈ ഏരിയ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഫ്രഞ്ച് ആണ് ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ്. ആൻഡ് ദിസ് ഇസ് ദി ഒൺലി പ്രൊവിൻസ് വെയർ ഫ്രഞ്ച് ഈസ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ്.
പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് മാത്രം നമ്മുടെ കാനഡയിൽ ഒരു സെപ്പറേറ്റ് ലോ ആണ്. ഇവർ ഫോളോ ചെയ്യുന്നത് സിവിൽ ലോ ആണ്. അതായത് ഈ ഫ്രാൻസിൽ ഫോളോ ചെയ്യുന്ന സെയിം ലോ, പക്ഷെ റെസ്റ്റ് ഓഫ് ദ കനേഡിയൻസ് ഫോളോ ചെയ്യുന്നത് കോമൺ ലോ ആണ്. ഇനി ഒരുപാട് വിശേഷങ്ങൾ പറയാനും കാണിക്കാനും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എന്താ ഇപ്പൊ ഈ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോകും. So guys, get your bonjour and merci ready for the next video. Thank you so much for watching. I'll see you soon.